ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് +2 സിലബസിലെ റേ ഓപ്റ്റിക്സിൻ്റെ 3ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി കുറച്ച് ഭാഗങ്ങളെടുത്തു. കുറച്ച് ഫണ്ടമെൻ്റൽസ്, അതുപോലെ റിഫ്രാക്ഷൻ ത്രൂ മിറേഴ്സ്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു. ഇന്ന് 3ാമത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ലെൻസിനെ കുറിച്ചാണ്. ഓക്കെ, എന്താണ് ലെൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുലകൾ എന്താണ്, ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. നമ്മൾ പഠിക്കാൻ പോകുന്നത് നോർമലി ബൈലെൻസ് എന്നൊരു സംഭവമാണ്. ബൈലെൻസ്, ബൈ എന്ന് പറഞ്ഞാൽ 2, അത് മാത്രമേ നമ്മുടെ സിലബസിലുള്ളൂ. പ്ലാനോ ലെൻസുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ ലെൻസുകൾ പല തരത്തിലുള്ളതുണ്ട്. അതായത് 2 വശം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ കോൾ ഇറ്റ് എസ് ബൈലെൻസ്. അതേസമയം ഇത് ഇങ്ങനെ വരാം, ഇറ്റ്സ് എ പ്ലാനോ ലെൻസ്, ഒരു വശം മാത്രമുള്ളത്. അപ്പോൾ 2 പ്ലാനോ ലെൻസുകൾ ചേരുന്നതാണ് നമ്മുടെ ബൈലെൻസ്. ഇതൊക്കെ ആവശ്യം വരും, എൻട്രൻസിൽ ആവശ്യം വരും, സ്പ്ലിറ്റ് ചെയ്തൊക്കെ നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അവിടെ ആവശ്യം വരുന്നൊരു കേസാണ്, ഇപ്പോൾ ഒരു ലെൻസ് അതിൻ്റെ ഒരു വശം സിൽവർ ചെയ്യുന്നു, മീൻസ് മിറർ പോലെയാക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഇത് വളരെ സിമ്പിളാണ്. ദിസ് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു എ ലെൻസ് പ്ലസ് എ മിറർ. So the light undergoes a lens, then it passes through a mirror also. തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റ് വീണ്ടും ലെൻസിലൂടെ കടന്നു വരും. അപ്പോൾ ലെൻസിലൊരു റിഫ്രാക്ഷൻ, അത് കഴിഞ്ഞാൽ മിററിലൊരു റിഫ്ലക്ഷൻ, വീണ്ടും ലെൻസിലൊരു റിഫ്രാക്ഷൻ, ഇമേജ് ഫോം ചെയ്യുന്നു. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാൻ നമുക്ക് പറ്റും. ദാറ്റ് ഈസ് ഓൺലി ഫോർ ദി എൻട്രൻസ്. സ്റ്റുഡിയസ് ആയിട്ടുള്ള കുട്ടികൾ അതെങ്ങനെയാണ് ചെയ്യുക എന്ന് പഠിക്കുക. സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, നമുക്കിവിടെ ബൈലെൻസ് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ബൈലെൻസിലെ ബോർഡ് എക്സാമിനേഷൻ 2 ഡെറിവേഷനുകളാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത്, മാറി ചോദിക്കുന്നത്. ഒന്ന് റിഫ്രാക്ഷൻ ഓഫ് എ മീഡിയ, കെർവ്ഡ് മീഡിയയിൽ നടക്കുന്ന റിഫ്രാക്ഷൻ്റെ ഫോർമുല, മറ്റൊന്ന് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ആ 2 ഡെറിവേഷൻ ഇന്ന് നമുക്ക് കാണണം. അപ്പോൾ ലെൻസിൽ ആദ്യം പഠിക്കാനുള്ളത്, ലെൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്രാൻസ്പാരൻറ്റ് മീഡിയം ബൗണ്ടഡ് ബൈ 2 spherical surfaces. മിറർ എന്ന് പറയുമ്പോൾ ഒരു സ്പിയറിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇങ്ങനെ നിൽക്കുന്നൊരു ഭാഗമാണ്. ഇങ്ങനെ 2 വശത്തും 2 സ്പെരിക്കൽ സർഫസുകളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി കണ്ട ഒരു സ്പിയർ ആൻഡ് ദിസ് ഈസ് എ സ്പിയർ. 2 സ്പിയറുകളുടെ ഭാഗമാണ് ഒരു ലെൻസ് എന്ന് പറയുന്നത്, ബൈലെൻസാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് കേട്ടോ. ഇതിൽ കുറച്ച് വാക്കുകളാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത്. ഈ 2 സ്പിയറുകളുടെ സെൻറ്റർ, ദാറ്റ്സ് കോൾഡ് ദി സെൻറ്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, സെൻറ്റർ ഓഫ് കർവേച്ചറുകൾ തമ്മിൽ വരയ്ക്കുന്ന ഒരു ലൈൻ. അപ്പോൾ ആദ്യത്തെ ഡെഫിനേഷൻ പഠിച്ചു, സെൻറ്റർ ഓഫ് കർവേച്ചർ C1 C2 എന്ന് എഴുതും. ശരിക്കും ഇവിടെയാണ് C2 എഴുതുക, ഇവിടെയാണ് C1. ഫസ്റ്റ് സർഫസിൻ്റെ സെൻറ്റർ ഇവിടെ C1, സൈൻ കൺവെൻഷൻ അനുസരിച്ച് ഇറ്റ് ഇസ് പോസിറ്റീവ്. സെക്കൻഡ് സർഫസിൻ്റെ സെൻറ്റർ ഇവിടെ C2, സൈൻ കൺവെൻഷൻ അനുസരിച്ച് അത് നെഗറ്റീവ്. Okay, this distance we can call as radius of curvature R1. This distance we can call as radius of curvature of the second phase R2. Radius of curvature of second phase R2. And R2 is a negative quantity and R1 is a positive value. അത് ന്യൂമറിക്കൽ വാല്യൂ കൊടുക്കുമ്പോൾ മാത്രമേ വേണ്ടൂ. R1 R2 എഴുതുമ്പോഴൊന്നും വേണ്ട. എപ്പോൾ ന്യൂമറിക്കൽ വാല്യൂ കൊടുക്കുമ്പോഴും പ്രോബ്ലത്തിൽ സൈൻ കൺവെൻഷൻ കൊടുക്കണം. ഓക്കെ, ദാറ്റ്സ് ഫസ്റ്റ് വൺ. ഇനി 2 സെൻറ്റർ ഓഫ് കർവേച്ചറുകളെയും കൂടി വരയ്ക്കുന്ന ലൈനിനെ നമ്മൾ ആക്സിസ് എന്ന് വിളിക്കുന്നു. ആക്സിസ്, പ്രിൻസിപ്പൽ ആക്സിസ്. ദി ലൈൻ കണക്റ്റിംഗ് 2 സെൻറ്റർ ഓഫ് ലൈൻസ് ആർ കോൾഡ് ദി പ്രിൻസിപ്പൽ ആക്സിസ്. ദി ലൈൻ കണക്റ്റിംഗ് 2 സെൻറ്റർ ഓഫ് കർവേച്ചേഴ്സ് ആർ കോൾഡ് പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, അടുത്തത് ഫോക്കസ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. നേരത്തെ പഠിച്ചിട്ടുള്ള തന്നെ ഫോക്കസ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ഒരു ലെൻസിലേക്ക് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന ഒരു റേ ആഫ്റ്റർ പാസിംഗ് ത്രൂ ദി ലെൻസ് കൺവേർജസ് ടു എ പോയിന്റ്.
after passing through a lens converges to a point, and this point is called focus. This point is called focus. Similarly, we have the divergent lens, concave lens. Concave lens is the axis വരച്ചു കഴിഞ്ഞാൽ a line parallel to the principal axis diverges from the principal axis as if it comes from a particular point. It diverges from the principal axis as if ഇവിടെ നിന്ന് വരുന്ന പോലെ നമുക്ക് തോന്നും. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ വരുന്ന ഒരു റേ ഓഫ് ലൈറ്റ് ഡൈവേർജ് ചെയ്തു പോകുന്നു, ഒരു പോയിന്റിൽ നിന്ന് വരുന്ന പോലെ നമുക്ക് തോന്നുന്നു. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടും പോകും. ഇറ്റ് കംസ് ഫ്രം എ പോയിന്റ്, ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ദി പ്രിൻസിപ്പൽ ഫോക്കസ്. സിംപ്ലി നമ്മൾ ഫോക്കസ് എന്ന് വിളിക്കും. ശരിക്കും എൻ്റെ പേര് പ്രിൻസിപ്പൽ ഫോക്കസ്. ഇവിടെ അതുപോലെ തന്നെ ഒരു റേ ഓഫ് ലൈറ്റ് converges to a point. A parallel beam അല്ലെങ്കിൽ any beams parallel to the principal axis converges to a particular point, and that is called the principal focus. Next, optic center എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. ഓപ്റ്റിക് സെന്റർ ഒരു റേ ഓഫ് ലൈറ്റ്, ഓപ്റ്റിക് സെന്റർ പല ഡെഫിനിഷനുകളുണ്ട്. ഏറ്റവും സിമ്പിളായുള്ള ഡെഫിനിഷൻ ലെൻസിൻ്റെ ഡയമെട്രിക് ആക്സിസും പ്രിൻസിപ്പൽ ആക്സിസ് നമ്മൾ കട്ട് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ ഓപ്റ്റിക് സെന്റർ എന്ന് വിളിക്കുന്നു. ഡയമെട്രിക് ആക്സിസും അല്ലെങ്കിൽ ഇക്വിറ്റോറിയൽ ആക്സിസ്, ഇക്വിറ്റോറിയൽ എന്ന് പറയുന്നത് ഡയമെട്രിക് ആക്സിസും പ്രിൻസിപ്പൽ ആക്സിസ് നമ്മൾ കട്ട് ചെയ്യുന്ന പോയിന്റ് ഓപ്റ്റിക് സെന്റർ. കുറച്ചും കൂടി ടെക്നിക്കലായിട്ട് പോയാൽ എൻഷ്യൻ ടെക്സ്റ്റ് നമുക്ക് ആ ടെക്നിക്കൽ സെൻറ്റൻസ് വരുന്നത് കൊണ്ട് അത് പഠിച്ചേ പറ്റൂ. ഇൻസിഡൻറ്റ് റേയും എമർജൻറ്റ് റേയും പാരലാകുമ്പോൾ, ഇത്തിരി വർഷം പിടിച്ച കാര്യം പറഞ്ഞാൽ, ഇൻസിഡൻറ്റ് റേയും എമർജൻറ്റ് റേയും പാരലാകുമ്പോൾ റേ പ്രിൻസിപ്പൽ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു റേ ഇങ്ങനെ വന്നു, ഇവിടെ ചെന്നൊരു ബെൻഡിങ് സംഭവിച്ചു, ഇങ്ങോട്ട് പോയി എന്ന് കരുതുക. ഇൻസിഡൻറ്റ് റേയും എമർജൻറ്റ് റേയും പാരലാണെങ്കിൽ ദാറ്റ് റേ വിൽ കട്ട് ദി ആക്സിസ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് കോൾഡ് ഓപ്റ്റിക് സെന്റർ. ദാറ്റ് വിൽ കട്ട് ദി പർട്ടിക്കുലർ പോയിന്റ് അറ്റ് ഓപ്റ്റിക് സെന്റർ. മൂന്നാമതൊരു കൺസെപ്റ്റ്, ഇത് മാറി മാറി എൻട്രൻസിൽ വരും. നമുക്ക് ഓപ്റ്റിക് സെന്റർ ഡെഫിനിഷൻ ചോദിച്ചാൽ ഇതാണ് ഏറ്റവും നല്ല ഡെഫിനിഷൻ. എൻസിആർടി വന്ന ഡെഫിനിഷൻ ഇതാണ്. ഇൻസിഡൻറ്റ് റേയും എമർജൻറ്റ് റേയും പാരലാണെങ്കിൽ the ray will cut the principal axis at a particular point called optic axis. അടുത്തൊരു കൺസെപ്റ്റ് പറയുന്നു, if a ray emerges without any deviation, that ray cut the principal axis at optic center. അതായത് ഓപ്റ്റിക് സെൻറ്ററിൽ കൂടെ വരുന്ന ഒരു പ്രകാശരശ്മി യാതൊരു ഡീവിയേഷനും കൂടാതെ അങ്ങോട്ട് പോകും. ഓപ്റ്റിക് സെൻറ്ററുടെ എങ്ങനെയായാലും ഓപ്റ്റിക് സെൻറ്ററിലൂടെ കടന്നു വരുന്ന ലൈറ്റ് റേ ഇറ്റ് മൂവ്സ് വിത്തൗട്ട് എനി deviation. If the ray of light moves out or ray of light emerges out from the lens without any deviation, the ray cuts the principal axis at optic center. ഒരു ലെൻസിലൂടെ കടന്നു വരുന്ന പ്രകാശരശ്മിക്ക് യാതൊരുവിധ ഡീവിയേഷനും സംഭവിക്കുന്നില്ല എങ്കിൽ ആ പ്രകാശരശ്മി കടന്നു പോകുന്നത് പ്രിൻസിപ്പൽ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഓപ്റ്റിക് സെന്റർ. ദീസ് ആർ ദി ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ്. അതേത് വേണമെങ്കിൽ സൗകര്യം പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നന്നായി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് മൂന്നും ഓർത്തിരിക്കണം. അടുത്ത പോയിന്റ് പവർ ഓഫ് എ ലെൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. പവർ ഓഫ് ലെൻസ്. സാധാരണ ലെൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഫോക്കൽ ലെങ്ത്തിനെ കുറിച്ചാണ് പറയാം. നോർമലി വി സ്പീക്ക് അബൌട്ട് ദി ഫോക്കൽ ലെങ്ത്സ്, അല്ലേ? ഫോക്കൽ ലെങ്ത് ഇസ് 10 സെൻറ്റിമീറ്റർ, ഫോക്കൽ ലെങ്ത് ഇസ് 1 മീറ്റർ എന്നാണ് പറയാം. ബട്ട് ദർ ഇസ് അനദർ കൺസെപ്റ്റ് കോൾഡ് പവർ. പവറിന് രണ്ട് ഡെഫിനിഷനുകളാണത്, രണ്ടും നമുക്ക് ആവശ്യമുണ്ട്. ഒന്ന്, അതാണ് എൻ്റെ ശരിക്കുള്ള ഡെഫിനിഷൻ. പവർ ഗിവ്സ് ദി എഫിഷ്യൻസി ഓർ കപ്പാസിറ്റി ഓഫ് ദി ലെൻസ് ടു ഡീവിയേറ്റ് എ ബീം. നോർമലി വരുന്നൊരു ബീമിനെ ഡീവിയേറ്റ് ചെയ്യാനുള്ള അതിൻ്റെ കഴിവിനെയാണ് നമ്മൾ പവർ എന്ന് വിളിക്കുന്നത്. ഒരു ലെൻസ് എടുത്ത്
അധികം കുട്ടികൾ ഈ കൺസെപ്റ്റ് പഠിക്കാറില്ല, ബട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വന്നൊരു റേ നേരെ പോകാതെ അത് ഡീവിയേറ്റ് ചെയ്ത് ഇങ്ങോട്ട് പോയി എഫിലൂടെ കടന്നുപോയി. ഇതെല്ലാവർക്കും അറിയാം. ഇൻഫിനിറ്റി എന്ന് പറയുന്നൊരു പാരലൽ ബീം ഡീവിയേറ്റ് ചെയ്ത് എഫിലൂടെ കടന്നുപോയി. ആൻഡ് ദിസ് ഈസ് ദി ഡീവിയേഷൻ ഡെൽറ്റ. ദിസ് ഈസ് ദി ഡീവിയേഷൻ. The efficiency of the capacity of the lens to deviate a beam is called power of the lens. How it is measuring? Power is measured as the tangent of the deviation for an object of height 1 meter. 1 meter height ഉള്ള ഒരു ഓബ്ജക്റ്റിനെ 1 meter height ഉള്ള ഒരു ഓബ്ജക്റ്റിനെ അതിനെ ഡീവിയേറ്റ് ചെയ്യാനുള്ള എത്ര ഡീവിയേറ്റ് ടാൻജൻറ്റ് ഓഫ് ദി ഡീവിയേഷൻ ഓഫ് എൻ ഓബ്ജക്റ്റ് ഓഫ് ഹൈറ്റ്, അല്ലെങ്കിൽ ഓബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് ചില പുസ്തകങ്ങൾ കാണില്ല, അതിന് പകരം ഇങ്ങനെ പറയും ഇഫ് ദി സെപ്പറേഷൻ ബിറ്റ്വീൻ ദി പ്രിൻസിപ്പൽ ആക്സിസ് ആൻഡ് ദി റേ ഈസ് 1 meter, യൂണിറ്റ് ഡിസ്റ്റൻസ്. പല വിധത്തിൽ പറയാം. കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. 1 meter എന്ന് പറഞ്ഞാൽ വലിയൊരു ഇതാണ് കേട്ടോ, ഇമാജിനേഷൻ എന്ന് മാത്രം. 1 meter നമുക്ക് കിട്ടുന്ന ലെൻസ് അത്ര വലുത് കിട്ടണം. 1 meter ഹൈറ്റുള്ള അല്ലെങ്കിൽ എ റേ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 meter ഫ്രം പ്രിൻസിപ്പൽ ആക്സിസ്, അങ്ങനെ പറഞ്ഞാൽ ശരിയാണ്. എ റേ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 meter അല്ലെങ്കിൽ യൂണിറ്റ് ഡിസ്റ്റൻസ് makes a deviation delta. Tangent of the delta is called the power. Power is the tangent of the deviation of a beam at a distance of 1 meter from the principal axis. ഒന്ന് പറഞ്ഞേക്കേ, പവർ ഈസ് ദി ടാൻജൻറ്റ് ഓഫ് ദി വളരെ വിചിത്രമായതാണ് അല്ലേ, ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല അല്ലേ. NCERT ടെക്സ്റ്റിലെ ഡെഫിനിഷനാണ്, പ്രധാനപ്പെട്ട ഡെഫിനിഷനാണ്. ചോദിക്കാറുണ്ട്, പടം വരച്ചത് തെളിയിച്ചു കൊടുക്കുകയും വേണം. പവർ ഈസ് ദി ടാൻജൻറ്റ് ഓഫ് ദി deviation of a beam at a distance 1 meter from the principal axis. പ്രിൻസിപ്പൽ ആക്സിസ് നിന്ന് 1 meter ഉയരത്തിൽ വരുന്ന ഒരു ബീമിൻ്റെ ഡീവിയേഷൻ്റെ ടാൻജൻ്റാണ് പവർ. പവർ ഇസ് ദി ടാൻജൻറ്റ് ഓഫ് ദി ഡീവിയേഷൻ ഓഫ് എ ബീം അറ്റ് എ ഡിസ്റ്റൻസ് 1 meter ഫ്രം ദി പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ അതിനർത്ഥം ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 1 meter. ഈ ഡിസ്റ്റൻസ് നേരത്തെ തന്നെ നിങ്ങൾക്കറിയാം, എഫ്. അപ്പോൾ ടാൻ ഡെൽറ്റ, ഇതാണ് പവർ. പവർ ഈക്വൽസ് ടാൻജൻറ്റ് ഓഫ് ദി ഡെൽറ്റ. ഇത് ഡെൽറ്റയാണെങ്കിൽ പാരലലിൻ്റെ അനുസരിച്ച് ഇതും ഡെൽറ്റയാണ്. ടാൻജൻറ്റ് ഓഫ് ഡെൽറ്റ. ടാൻ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 divided by f. 1 divided by f. അങ്ങനെയാണ് പവർ ഈസ് ദി റെസിപ്രോക്കൽ. അപ്പോൾ നമ്മൾ അടുത്ത ഡെഫിനിഷൻ വന്നു. പവർ ഈസ് ദി റെസിപ്രോക്കൽ ഓഫ് ദി ഫോക്കൽ ലെങ്ത് എക്സ്പ്രസ്ഡ് ഇൻ മീറ്റേഴ്സ്. മീറ്ററിലൊക്കെ അപ്പോൾ 20 centimeter ആണ് ഫോക്കൽ ലെങ്ത് എങ്കിൽ, ഇപ്പോൾ ഞാൻ 25 എടുക്കുന്നു, 25 centimeter ആണ് ഫോക്കൽ ലെങ്ത് എങ്കിൽ ഇതെത്രയാണ്? 0.25 meter. 0.25 meter. സോ പവർ ഈക്വൽസ് 1 by 0.25. 1 by 0.25 എന്ന് പറഞ്ഞാൽ 4 എന്ന് വരും. 0.25 is 1 by 4. അതിന് റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ 4 for diopter. So unit is for diopter. TRE. Sorry. TRE. The unit is diopter. D എന്ന് മാത്രം എഴുതിയാലും മതി. 4D. അപ്പോൾ 2 ഡെഫിനിഷൻ പഠിച്ചു. ഓക്കെ, നൗ വി ക്യാൻ പാസ് ടു ദി നെക്സ്റ്റ് കൺസെപ്റ്റ്. അടുത്തത് കുറച്ച് വിഷമം പഠിച്ചൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള 2 ഡെറിവേഷനുകൾ. അത്രേ നമുക്ക് ലെൻസിൽ പഠിക്കാനുള്ളൂ. അത് വെച്ച് എല്ലാ കാര്യങ്ങളും കഴിയും. 2.5 ഡെറിവേഷൻ എന്ന് പറയും. 2 ഡെറിവേഷനും അത് ഉപയോഗിച്ചുള്ള ചെറിയൊരു അപ്ലിക്കേഷനും. ഒന്നാമത് റിഫ്രാക്ഷൻ ഓഫ് എ സ്പെരിക്കൽ സർഫസ്. വളരെ പ്രധാനപ്പെട്ടാണ്, ശ്രദ്ധിക്കുക. ഇത്തിരി വിഷം പിടിച്ചാണ്. റിഫ്രാക്ഷൻ ഓഫ് എ സ്പെരിക്കൽ സർഫസ്. നമ്മൾ നേരത്തെ റിഫ്രാക്ഷൻ പഠിച്ചു. അതൊക്കെ വെള്ളത്തിലേക്കൊക്കെയാണ്. ഇങ്ങനെ വെച്ച് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ ബെൻഡിങ് വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണ്
അല്ലേ? sin I by sin R is the refractive index. If the surface is curved, how will be the refraction? ഒരു കർവ്ഡ് സർഫസിൽ, ടെക്സ്റ്റിൽ എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒരു സർഫസാണ് എടുത്തിരിക്കുന്നത്. ഒരു കർവ്ഡ് സർഫസിൽ ഇവിടെ മീഡിയം 1, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ഉള്ളൊരു മീഡിയം, ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2 ഉള്ളൊരു മീഡിയം, വെള്ളമോ ലെൻസോ എയറോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു മീഡിയത്തിൽ ലൈറ്റ് കടന്നു പോകുന്നു. ലൈറ്റ് കടന്നു പോകുമ്പോൾ അതിനുണ്ടാകുന്ന ആ റിഫ്രാക്ഷനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം? ഇതാണ് എൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ്. ഇതിൻ്റെ റേഡിയസ് സംവഹ്യം, സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് എഴുതിയാലും മതി. സെൻറ്റർ ഓഫ് കർവേച്ചർ, ദിസ് ഡിസ്റ്റൻസ് വിൽ ബി ദി റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, ദിസ് ഡിസ്റ്റൻസ് വിൽ ബി ദി റേഡിയസ് ഓഫ് കർവേച്ചർ. ദെൻ ഞാൻ കുറച്ച് നീക്കി വരയ്ക്കാൻ കേട്ടോ, അപ്പുറത്തേക്ക് എനിക്ക് കുറച്ച് വരയ്ക്കണം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വരച്ചു. സപ്പോസ് ഐ ഹാവ് എ പോയിന്റ് ഓബ്ജക്റ്റ് ഹിയർ. പോയിന്റ് ഓബ്ജക്റ്റിൽ നിന്ന് ഒരു റേ ഓഫ് ലൈറ്റ് ഇങ്ങോട്ട് വരുന്നു. നോർമൽ വരച്ചാൽ നമുക്ക് അതിൻ്റെ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നോർമൽ എപ്പോഴും സി കൂടെ കടന്നു പോകും. ഇറ്റ് ഡീവിയേറ്റ്സ്, ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് സ്ട്രേറ്റ് ഇറ്റ് ഡീവിയേറ്റ്സ് ടു എ പോയിന്റ്, ഇവിടേക്ക് എത്തുന്നു. സോ ദിസ് വിൽ ബി ദി വി ആൻഡ് ദിസ് വിൽ ബി ദി യു. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ഓപ്റ്റിക് സെൻറ്റർ മാർക്ക് ചെയ്യണം. ഇവിടെയാണ് ഓപ്റ്റിക് സെൻറ്റർ എടുക്കുന്നത്. ഓപ്റ്റിക് സെൻറ്ററിനെ എം എന്നും ഇതിനെ എൻ എന്നും വിളിക്കുന്നു. പേരുകൾ NCERT ടെക്സ്റ്റ് അതേ പേരുകൾ തന്നെ ഇടുകയാണ്, സോ ദാറ്റ് യു ക്യാൻ റെഫർ ഇറ്റ്. സോ ദേ ആർ സെയിങ് O ആൻഡ് ദിസ് പാർട്ട് ദേ ആർ സെയിങ് A, ദെൻ C. ഇതിനെ വേണമെങ്കിൽ I, ഇമേജ് എന്നതിൽ I എന്ന് വിളിക്കാം. ഇപ്പം എല്ലാം I എന്ന് തോന്നുന്നു, IMNC. ഓക്കെ, നൗ ദിസ് വിൽ ബി ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. N1 കുറച്ച് മാറ്റി വയ്ക്കാം, N1. ദിസ് ഈസ് ദി second surface N2. This is the angle of incidence. Okay, suppose this angle I am marking as alpha, and this as angle beta, and this as angle theta. Okay, then റേ ഇങ്ങനെ പോകുന്നതിന് പകരം ഇങ്ങോട്ട് ബെൻഡ് ചെയ്ത് പോയി നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ നമ്മൾ R എന്നാണ് വിളിക്കുക. ഓക്കെ, ഇത്രയും ആംഗിൾസ് നമ്മളതിൽ മാർക്ക് ചെയ്യുന്നു. നൗ UVR മാർക്ക് ചെയ്തു. നമുക്കിത് ആൽഫ, ബീറ്റ, തീറ്റ ഈ 3 സാധനങ്ങൾ വരയ്ക്കുക. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ പറ്റും. വാട്ട് വിൽ ബി ദി ആൽഫ? ആൽഫ ഈക്വൽസ്, ട്രയാങ്കിൾ നോക്കുക. ആൽഫ ഈക്വൽസ് ആംഗിൾ ഈക്വൽസ് ആർക്ക് ബൈ റേഡിയസ് എന്ന കൺസെപ്റ്റാണ് ഉപയോഗിക്കുന്നത്. ആംഗിൾ ഈക്വൽസ് ആർക്ക് ബൈ റേഡിയസ്. ആൽഫ ഈക്വൽസ് ആർക്ക് മീൻസ് MN divided by arc means MN divided by the distance we can take as OM. വേണമെങ്കിൽ U എന്ന് എഴുതാം, എഴുത എളുപ്പത്തിന്. MN by U. ബീറ്റ, ബീറ്റ ഈക്വൽസ്, ഇതാണ് ബീറ്റ. ബീറ്റ ഈക്വൽസ് ആംഗിൾ ഈക്വൽസ് ആർക്ക് MN divided by MC, which is equal to MN divided by R. Theta, ഈ വലിയ ട്രയാങ്കിളിൽ നിന്ന് ഇത്ര എടുക്കുന്നു കേട്ടോ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലല്ലേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. സോ ദിറ്റ് വിൽ ബി ഈക്വൽ ടു MN divided by MI, which is equal to MN divided by R. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ട്രയാങ്കിൾ എടുക്കുകയാണ്. ആൽഫ, ബീറ്റ, ഗാമ എന്ന ഈ ട്രയാങ്കിൾ. ഈ പടം ഒന്നും നിങ്ങൾക്ക് പരീക്ഷ ചെറുതാക്കി ഒന്ന് വരച്ച് കഴിഞ്ഞാൽ ആ ഭാഗം മാത്രം വരച്ചാൽ അതിൻ്റെ കൺഫ്യൂഷൻ കുറേ കുറയും. ഞാൻ മാത്രം ഇവിടെ ഒന്ന് വരയ്ക്കുകയാണ് കേട്ടോ, അതിലൊന്ന് ശ്രദ്ധിക്കാം. അതായത് ഈ ഒരു ഫിഗർ മാത്രം. ആൽഫ, ബീറ്റ, ഗാമ, അതായത് O C N A ഇതിൽ നിന്ന്. സോ ദിസ് വിൽ ബി ദി ആൽഫ അല്ലേ, ദിസ് വിൽ ബി ദി ബീറ്റ. ഇങ്ങനെ ചെയ്തത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ടെക്സ്റ്റിൽ ഇങ്ങനെ അല്ലാതെ ചെയ്യുന്നില്ല, ഒരു പടം വരയ്ക്കാതെ ഇതുമ്പോൾ നോക്കിയിട്ട് പറയാനാണ് പറയുന്നത്. സോ സ്റ്റുഡൻസ് വിൽ ഫീൽ വെരി ഡിഫിക്കൽട്ട് ബിക്കോസ് ദാറ്റ്
പിക്ചർ ഇസ് കോംപ്ലക്സ്. ഒരു ഭാഗം മാത്രം എടുക്കുന്നു. ദെൻ യു സ്റ്റഡി ദി എക്സ്റ്റീരിയർ ആംഗിൾ തിയറം. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതാ എക്സ്റ്റീരിയർ ആംഗിൾ തിയറം. എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽസ് ഐ. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽസ് ഐ. ഐ ഈക്വൽസ് ആൽഫ പ്ലസ് ബീറ്റ. അപ്പോൾ എൻ്റെ വർക്കിൻ്റെ നേച്ചർ, എപ്പോഴും ഡെറിവേഷൻ പിന്നെ വർക്കിൻ്റെ നേച്ചർ ഒന്ന് പഠിച്ചാൽ നല്ലതാണ്. വൈ ഓരോന്നിനെ കണ്ടുപിടിക്കണമെന്ന്. നമ്മൾ ആൽഫ ബീറ്റ തീറ്റ കണ്ടുപിടിച്ചു, 3 ആംഗിളുകൾ. അതിൻ്റെ ഒരു സൈഡ് എപ്പോഴും ആക്സിസിൽ, അവിടെ നമുക്ക് യു വി എഫ് ഒക്കെ അറിയുള്ളൂ. ഒരു സൈഡ് വെർട്ടിക്കൽ. വെർട്ടിക്കൽ എപ്പോഴും എന്താണ്? ഇമേജിൻ്റെ ഹൈറ്റോ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റൊക്കെയാണ് വരിക. അത് രണ്ടും എപ്പോഴും അളക്കാൻ പറ്റുള്ളൂ. ഓർക്കുക, ലൈറ്റിലൊരിക്കലും ഈ റേകൾ നമ്മൾ അളക്കില്ല. ബിക്കോസ് ഇറ്റ്സ് ലെങ്ത് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ്. ആൽഫ ബീറ്റ ഗാമ പഠിക്കുന്നു. അതിൽ നിന്ന് ഐയും ആറും കണ്ടുപിടിക്കുന്നു. മ്യൂ എഴുതുന്നു. മ്യൂക്ക് സൈൻ എ ബൈ സൈൻ ആർ. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ ഫോമുല കിട്ടും. അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഐ ഈക്വൽസ് ആൽഫ പ്ലസ് ബീറ്റ. ആൽഫ പ്ലസ് ബീറ്റ ഒന്ന് ആഡ് ചെയ്തോളൂ. വിച്ച് വിൽ ബി ഈക്വൽ ടു എം എൻ ബൈ യു പ്ലസ് എം എൻ ബൈ ആർ. അല്ലേ? എം എൻ ബൈ യു പ്ലസ് എം എൻ ബൈ ആർ. അതുപോലെ തന്നെ ആറ് കണ്ടുപിടിച്ചോളൂ. ആറ് എവിടെ നിന്ന് കണ്ടുപിടിക്കാം? ഈ ട്രയാങ്കിൾ. ആ ട്രയാങ്കിൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതിനൊന്ന് സൂം ചെയ്ത് വരയ്ക്കാം. ഇതാ ഈ ട്രയാങ്കിൾ. എന്നിൽ തുടങ്ങി ഐയിൽ അവസാനിച്ച്, എന്നിൽ തുടങ്ങി സിയിൽ അവസാനിച്ച് ഇങ്ങനെ വരുന്ന ട്രയാങ്കിൾ. എം ഇവിടെ, സി ഇവിടെ, ഐ ഇവിടെ, എൻ ഇവിടെ. ഇതാ ഈ ഒരു ട്രയാങ്കിൾ. സോ ഹിയർ വിൽ ഗെറ്റ് ആർ, ഹിയർ വിൽ ഗെറ്റ് ബീറ്റ, ഹിയർ വിൽ ഗെറ്റ് തീറ്റ. അതിന് ആറ് കണ്ടുപിടിക്കാമല്ലോ. ആർ ഈക്വൽസ് പറഞ്ഞു നോക്ക്. ബീറ്റ ഈക്വൽസ് എക്സ്റ്റീരിയർ ആംഗിൾസ് സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾ. ബീറ്റ ഈക്വൽസ് ആർ പ്ലസ് തീറ്റ. ആർ ഈക്വൽസ് ബീറ്റ മൈനസ് തീറ്റ. ആർ ഈക്വൽസ് ബീറ്റ മൈനസ് തീറ്റ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. ബീറ്റ മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ, എഴുതി നോക്ക്, നിങ്ങൾ തന്നെ എഴുതി നോക്ക്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലേ എം എൻ ബീറ്റയുടെ കണ്ടിട്ടുണ്ടല്ലോ, എം എൻ ബൈ ആർ മൈനസ് തീറ്റ എം എൻ ബൈ ബീറ്റ ഈസ് എം എൻ. ഇവിടെ ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ടല്ലോ. ബീറ്റ ഈക്വൽസ് എം എൻ ബൈ എം സി. എം സി എന്ന് പറഞ്ഞാൽ 6. തീറ്റ ഈക്വൽസ് എം എൻ ബൈ എം ഐ. എം ഐ എന്ന് പറയുന്നത് വി ആണ് കേട്ടോ. ഐ എം വെരി സോറി. വി അല്ലേ? എം ഐ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇമേജ് വരെയുള്ള അകലം, ദാറ്റ് ഇസ് വി. നേരത്തെ ബോർഡ് ഇമേജ് ഉണ്ടായിരുന്നു, മാച്ച് വി. ഓക്കെ, എം എൻ ബൈ ആർ മൈനസ് എം എൻ ബൈ വി. അയ്യോ, 6 നമുക്ക് കിട്ടി. ഇത്രയും മകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കോ, എഴുതിയെടുത്തോ. ഞാൻ വി പാസ് ടു ദി നെക്സ്റ്റ്. ഇതൊന്ന് ഞാൻ മാറ്റാൻ പോവാണ്. ഐ 6 കിട്ടിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ. മ്യൂ ഓഫ് ദി സെക്കൻഡ് മീഡിയം അല്ലേ? ലൈറ്റ് ചെല്ലുന്ന സ്ഥലം, വരുന്ന സ്ഥലം, ഇങ്ങനെ എഴുതാറ്. എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ലൈറ്റ് കിടക്കുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ, അങ്ങനെയാണ് പറയാറ്. ഓക്കെ, വിൽ ബി ഈക്വൽ ടു സൈൻ ഐ ബൈ സൈൻ ആർ. മ്യൂ ഈക്വൽ സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് പറയുമ്പോൾ മ്യൂവിൻ്റെ 2 ഏതാ നേരത്തെ നിങ്ങളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ മീഡിയത്തിൽ നിന്ന് രണ്ടാമത്തെ മീഡിയത്തിലേക്ക് ലൈറ്റ് കടക്കുന്നു, എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കടക്കുന്നു. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 2 വിത്ത് റെസ്പെക്ട് ടു 1 ഈക്വൽ സൈൻ ഐ ബൈ സൈൻ ആർ. ഓക്കെ, വേണമെങ്കിൽ നമുക്കത് അപ്രോക്സിമേറ്റ് ചെയ്ത് ഐ ബൈ ആർ എന്ന് എഴുതാം. സൈൻ ഐ ബൈ സൈൻ ആർ, സിൻസ് ദി ആംഗിൾസ് ആർ വെരി സ്മോൾ, ലെസ് ദാൻ 1, 2 ഡിഗ്രി 3 ഡിഗ്രിക്ക് വരിക, ലെസ് ദാൻ 10 ആണെങ്കിൽ വി ക്യാൻ അപ്രോക്സിമേറ്റ്ലി റൈറ്റ് ആസ് ഐ ബൈ ആർ. ഓക്കെ, mu 2 1ൻ്റെ എക്സ്പാൻഷൻ ഉണ്ടല്ലോ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു mu 2 ബൈ mu 1 ഈക്വൽസ് ഐ ബൈ ആർ. വേണമെങ്കിൽ എൻ എന്ന് എഴുതിക്കോളൂ, മ്യൂവിന് പകരം എൻ എന്ന് എഴുതിക്കോളൂ, ബിക്കോസ് ദി എൻസിആർടി ടെക്സ്റ്റ് ഈസ് ഡീലിംഗ് വിത്ത് എൻ. അപ്പോൾ എൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. n1 i ഈക്വൽസ് n2 r. n1 i ഈക്വൽസ് n2 r. അയ്യോ, ആറോടെ കണ്ടുവച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n1 into mn by u plus mn by r I equals n2 into
mn by r minus mn by v. എല്ലാവരും mn ഉണ്ട്, that can be cancelled. mn can be cancelled. അങ്ങനെയാണ് എന്തുണ്ടാകുന്നത്? n1 by u plus n1 by r equals n2 by r minus n2 by v. ഒരിക്കൽ കൂടി അതെടുത്ത് എഴുതുക. ആറിനൊക്കെ ഒരു വശത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ n2ന് ഈ വശത്തേക്ക് കൊണ്ടുവരിക. n2 by v plus n1 by u equals n2 ഇങ്ങോട്ട് വന്നു, n2 ഇങ്ങോട്ട് വന്ന് n2 by v ഇങ്ങോട്ട് വന്നപ്പോൾ പ്ലസ് ആയി n1 u n2 v ഈക്വൽസ് ഒരു പ്രത്യേക രീതിയിൽ അത് എഴുതുക. പഴയ n2 by r അവിടെ ഉണ്ട്, ഈ n1 by r അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് n1 by r. ദിസ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർമുല ഫോർ ദി റിഫ്രാക്ഷൻ ഓഫ് എ കർവ്ഡ് സർഫസ്. റിഫ്രാക്ഷൻ ഓഫ് എ കർവ്ഡ് സർഫസ്. ഓക്കെ, ഇതിൽ നമ്മൾ വേണമെങ്കിൽ സൈൻ കൺവെൻഷൻ വേണമെങ്കിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൗ വിൽ ഗിവ് ദി സൈൻ കൺവെൻഷൻ. ഇനി സൈൻ കൺവെൻഷൻ കൊടുക്കണം, ഫോമിൽ കിട്ടിയിട്ട് സൈൻ കൺവെൻഷൻ കൊടുക്കണം. സൈൻ കൺവെൻഷൻ കൊടുത്താൽ നമ്മൾ നേരത്തെ എഴുതി നോക്കിയേക്കോ, യു ഈ വശത്തുണ്ടായത് യു നെഗറ്റീവ്, വി മറുവശത്തുണ്ടായത് പോസിറ്റീവ്, ആറ് അപ്പുറത്തുണ്ടായത് പോസിറ്റീവ്. ദെൻ വാട്ട് ഹാപ്പൻസ് ദി ഫോർമുല? പോസിറ്റീവ് നെഗറ്റീവ് ഒന്ന് മാറ്റി എഴുതിയേ. n2 by positive v plus n1 by negative u equals n2 by positive r minus n1 by positive r. So that means final formula is n2 by v minus n1 by u equals n2 minus n1 by r. ഇതാണ് ഇതിൻ്റെ ഏറ്റവും കോമ്പാക്റ്റ് ആയിട്ടുള്ള ഇത്, ഏറ്റവും കോമ്പാക്റ്റ് ആയിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്ന കൺസെപ്റ്റ്? ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റുമോ നോക്കിയേ. അത് പ്രത്യേക രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബൈ ഹാർട്ട് പഠിക്കാൻ എളുപ്പമാണ്. ഇനി പറയാമായിരുന്നോ? ഇത് രണ്ടും ഇമേജിൻ്റെ കേസാണ്. സെക്കൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ ദി ഇമേജ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഇമേജ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇമേജ് വന്നത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇമേജ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ ഇമേജ് ഡിസ്റ്റൻസ് മൈനസ് ഓബ്ജക്റ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഈക്വൽസ് ഡിഫറൻസ് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ. ഇമേജ്, ഓബ്ജക്റ്റ്, റേഡിയസ് ഓഫ് കർവേച്ചർ, മൂന്ന് പേരുള്ളത്. അവരെങ്ങനെ കണക്ട് ചെയ്യണമെന്ന് നോക്കിയൊക്കെ നമ്മുടെ മറ്റേ ഫോർമുല ഇല്ലേ, ലെൻസ് ഫോർമുല 1/v മൈനസ് 1/u ഈക്വൽസ് 1/f. ഇതിൽ നിന്ന് അത് കിട്ടുന്നത് അതേപോലെ തന്നെ 1/v മൈനസ് 1/u ഈക്വൽസ് 1/f എന്ന് പറയുന്ന പോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഇമേജ് ബൈ ഇമേജ് ഡിസ്റ്റൻസ് മൈനസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഓബ്ജക്റ്റ് ബൈ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഈക്വൽസ് ഡിഫറൻസ് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ. ഫോക്കൽ ലെങ്ത് വരെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് വരുന്നത്. ദിസ് ഈസ് ദി ഫോർമുല ഫോർ ദി റിഫ്രാക്ഷൻ. വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ അത്യാവശ്യമുള്ള ഒരു ഫോർമുലയാണ്. ഇത് വെച്ച് പ്രോബ്ലംസ് അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷേ ഇതിൻ്റെ ഡെറിവേഷൻ സ്ഥിരം ചോദിക്കാറുണ്ട്. ഇതിൻ്റെ ഡെറിവേഷൻ ഓക്കെ മനസ്സിലായെന്ന് കരുതുന്നു. നൗ വി ആർ പാസിംഗ് ടു ദി നെക്സ്റ്റ് ഡെറിവേഷൻ. അടുത്ത ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന്. ഓക്കെ, നെക്സ്റ്റ് വി ആർ പാസിംഗ് ടു ദി നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ വിച്ച് വി കോൾ ആസ് ദി ലെൻസ് മേക്കേഴ്സ് ഫോർമുല. That is the lens makers formula. ഇത് ഉപയോഗിച്ചിട്ടാണ് ഇത്ര ലെൻസ് ഉണ്ടാക്കുന്നവരെ ഫോക്കൽ ലെങ്ത്, റേഡിയസ് ഓഫ് കർവേച്ചറുകൾ ചെത്തിമിനുക്കി ഇഷ്ടമുള്ള ഫോക്കൽ ലെങ്ത്തിലേക്ക് കൊണ്ടുവരുന്നത് അല്ലേ. ഡോക്ടർമാർ കുറിച്ച് തരുന്ന ഫോക്കൽ ലെങ്ത് പവർ തരും, അവരെന്നെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കും. ആ ഫോക്കൽ ലെങ്ത് ഉണ്ടാക്കുന്നത് അതിൻ്റെ റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അത് ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണ് വിച്ച് ഇസ് കോൾഡ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. തൊട്ട് മുന്നേ പഠിച്ച റിഫ്രാക്ഷൻ്റെ കൺസെപ്റ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെറിവേഷനാണ്, സ്ഥിരമായി പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. ലെൻസ് മേക്കർ തൊട്ട് മുണ്ടാക്കിയ റിഫ്രാക്ഷൻ്റെ ഫോർമുല അറിയാമെങ്കിൽ ഇത് വളരെ സിമ്പിളാണ്. ഞാൻ ലെൻസിൻ്റെ രണ്ട് സർഫസ് സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കണോ, രണ്ടാക്കിയിട്ട് വരയ്ക്കുകയാണ്. ആദ്യം ലെൻസിൻ്റെ ഫസ്റ്റ് ഫേസിലേക്ക് ലൈറ്റ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു അത് മാത്രം, പിന്നെ സെക്കൻഡ് ഫേസിലേക്ക് ലൈറ്റ് വരുമ്പോൾ സംഭവിക്കുന്നു നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫേസിലേക്ക് വരുന്ന ലൈറ്റ്
അയാൾ ഇവിടെ എവിടെയോ ഒരു ഇമേജ് ഉണ്ടാക്കി. ഫസ്റ്റ് ഫേസ് വിൽ മേക്ക് എൻ ഇമേജ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ്. ദിസ് ഈസ് ദി ഓബ്ജക്റ്റ്, ഫസ്റ്റ് ഫേസ്. ഓക്കെ, ദെൻ ഇതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ഇവിടെ എവിടെയോ ഉണ്ട്, സെൻറ്റർ ഓഫ് കർവേച്ചർ. ദെൻ വി ക്യാൻ കോൾ ദിസ് ആസ് യു, ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ദിസ് ആസ് വി എന്ന് ഞാൻ വിളിക്കുന്നില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമേജിനെ അടുത്ത സർഫസ്, ഇവിടെ ഒരു സർഫസ് കൂടി വരും, അയാൾ അതിനെ ഒന്നും കൂടി മാറ്റും. സോ ദിസ് ഈസ് എ ടെമ്പററി ഇമേജ്. ആ ഇമേജ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. എപ്പോഴെങ്ങനെയാണ് രണ്ട് ലെൻസുകൾ വെച്ചാൽ ഓർക്കേണ്ട ഒരു കാര്യമാണ്, രണ്ട് ലെൻസുകൾ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ലെൻസ് ഒരു ഇമേജ് ഇവിടെ ഉണ്ടാക്കും. ഈ ഇമേജ് രണ്ടാമത്തെ ലെൻസിൻ്റെ ഓബ്ജക്റ്റായിട്ട് മാറും. തന്നിലെളിയവൻ തനിക്ക് ഇര എന്ന് പറഞ്ഞ പോലെ ഒരു കൊച്ചു സാധനം അതിനെ കുറച്ചുകൂടി വലിയൊരു ജീവി പിടിച്ചു തിന്നുന്നു, അതിനെ കുറച്ചുകൂടി വലിയൊരു ജീവി പിടിച്ചു തിന്നുന്നു, അതിനെ കുറച്ചുകൂടി വലിയൊരു ജീവി പിടിച്ചു തിന്നുന്നു. അതേ കൺസെപ്റ്റാണ്. ഇയാളൊരു ഇമേജ് ഉണ്ടാക്കുന്നു, അയാളെ പിടിച്ച് ഇയാൾ മറ്റൊരു ഇമേജ് ആക്കുന്നു. ഇനിയൊരു ലെൻസ് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പിടിച്ച് അടുത്ത് ആക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ആൾ ഉണ്ടാക്കുന്ന ഇമേജ് രണ്ടാമത്തെ ആളുടെ ഓബ്ജക്റ്റായിട്ട് പ്രവർത്തിക്കും. അയാൾ ഉണ്ടാക്കുന്ന ഇമേജ് അടുത്ത സർഫസിൻ്റെ ഓബ്ജക്റ്റ് ആകും. അയാൾ ഉണ്ടാക്കുന്ന ഇമേജ് അടുത്ത സർഫസിൻ്റെ ഓബ്ജക്റ്റ് ആകും. അങ്ങനെ അത് പോകുന്നു. അപ്പോൾ നമ്മളിതൊക്കെ ടെമ്പററി ഇമേജുകളും ടെമ്പററി ഓബ്ജക്റ്റുകളായ കാരണം ലെറ്റസ് കോൾ ആസ് I1 അല്ലെങ്കിൽ I'. സോ വി വിൽ കോൾ ദിസ് ആസ് V1. റേഡിയസ് ഓഫ് കർവേച്ചർ ലെൻസിന് രണ്ട് വശത്തുള്ള കാരണം ഇതിനെ നമുക്ക് ഈ C1 എന്നും ഈ ദൂരത്തിനെ നമുക്ക് R1 എന്നും വിളിക്കാം, ഫസ്റ്റ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇനി നമ്മൾ റിഫ്രാക്ഷൻ ഫോർമുല എഴുതുകയാണ്. റിഫ്രാക്ഷൻ ഫോർമുല എഴുതുമ്പോൾ എന്താണ്? ഫസ്റ്റ് സർഫസിൻ്റെ റിഫ്രാക്ഷൻ N1, സെക്കൻഡ് സർഫസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോർമുല എന്താണ്? സെക്കൻഡ് സർഫസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ ദി ഓബ്ജക്റ്റ് ബൈ ദി ഇമേജ്. ഇമേജിനെ ഞാൻ V എന്ന് വിളിക്കുന്നില്ല, I can call as V1 distance. Second surface by the image distance minus first surface by the object distance equals difference N2 minus N1 divided by R1. ഇതാണ് നമ്മൾ നേരത്തെ എഴുതിയ ഫോർമുല. അത് എഴുതാൻ പഠിച്ച കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കീപ് ഇറ്റ് ആസ് ഇക്വേഷൻ 1. ഇനി നമ്മളിതിൻ്റെ സെക്കൻഡ് സർഫസ് വരയ്ക്കുകയാണ്. ഇത് തമ്മിലല്ല, ഞാൻ വേറെ വരയ്ക്കുകയാണ് കേട്ടോ, അല്ലെങ്കിൽ ഇത് ഭയങ്കര കോംപ്ലക്സ് ആകും. എപ്പോഴും നല്ല കൊച്ചു കൊച്ചു പടങ്ങളായിട്ട് മാറ്റി വരയ്ക്കുന്നതാണ്. ലെൻസിൻ്റെ സെക്കൻഡ് സർഫസ് ഇങ്ങനെ. ഫസ്റ്റ് സർഫസുകാരൻ ഇവിടെ ഒരു ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് I1 അറ്റ് എ ഡിസ്റ്റൻസ് V1. ഇത് രണ്ടാമത്തെ ആൾക്ക് എന്തായിട്ട് മാറും? സെക്കൻഡ് സർഫസിൻ്റെ ഓബ്ജക്റ്റായിട്ട് മാറും. ഇപ്പോൾ സെക്കൻഡ് സർഫസിൻ്റെ ഓബ്ജക്റ്റ് എന്ന അർത്ഥത്തിൽ സെക്കൻഡ് സർഫസിൻ്റെ U ആണത്. സെക്കൻഡ് സർഫസിൻ്റെ U ആണ് ഓൾറെഡി, ബട്ട് വി മെഷേർഡ് എസ് V1. ഓക്കെ, നമ്മൾ യു മീൻ തെറ്റെഴുതേട്ടാ, എഴുതുമ്പോൾ V1. ഈ സർഫസ് ഒരു ഇമേജ് ഇവിടെ എവിടെ ഉണ്ടാക്കും. അത് ഫൈനൽ ഇമേജ് ആയ കാരണം I എന്ന് വിളിക്കുന്നു, ആൻഡ് ദാറ്റ് ഈസ് മാർക്ക്ഡ് ആസ് V. അപ്പോൾ ഈ ലെൻസിൻ്റെ യും വിയും ഈ ലെൻസിൻ്റെ യും വിയും ഇതിൻ്റെ യും വിയിൽ U എന്ന് പറയുന്ന പഴയ ലെൻസുകാരൻ്റെ V1 ആണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതി. വേർ ഇസ് ദി സെൻറ്റർ ഓഫ് കർവേച്ചർ ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ? ഫേസ് ഇങ്ങോട്ട് കർവ്ഡ് ആയ കാരണം സംവെയർ ഹിയർ വിൽ ബി ദി C2 ആൻഡ് ദിസ് ഡിസ്റ്റൻസ് വിൽ ബി ദി R2. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇവിടുന്ന് ഇങ്ങോട്ട് കടന്ന് ഗ്ലാസ്സിലേക്കാണ്. ആ ഗ്ലാസിൻ്റെ ഒരു ഭാഗമാണിത് അല്ലേ? ലെൻസ് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ലെൻസിൻ്റെ സെക്കൻഡ് ഭാഗമാണ്. സോ ദിസ് സൈഡ് ഈസ് ഗ്ലാസ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ആൻഡ് ദി ഔട്ടർ സൈഡ് ഈസ് എയർ. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് N1. ഓക്കെ, എയർ ഞാൻ എഴുതുന്നില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്ലാസ് ടു വാട്ടറൊക്കെ പരീക്ഷ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് N1 എഴുതുന്നത് തന്നെയാണ് നല്ലത്. N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻസ് ഉണ്ടാക്കിയ മെറ്റീരിയൽ. N1 എന്ന് പറഞ്ഞാൽ അത് എവിടെ ഇരിക്കുന്നു, വെള്ളത്തിലാണോ എയറിലാണോ അതനുസരിച്ച്. ഇവിടെ നമ്മൾ റിഫ്രാക്ഷൻ ഫോർമുല വീണ്ടും എഴുതിയേക്ക്. സെക്കൻഡ് മീഡിയ ദാറ്റ് ഈസ് N1 കേട്ടോ, N2 അല്ല. സെക്കൻഡ് മീഡിയ N1 ഡിവൈഡഡ് ബൈ ദി ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് V1. N1 by V1 minus N1 divided by the final image, N1 by the image V, N1 by V. Second surface divided by the
image distance minus first surface divided by the object. അപ്പോൾ second surface divided by the image distance minus first surface n2 n1 അല്ല തിരിഞ്ഞു വരുന്നുണ്ട് n2 by the object distance. Object distance എത്രയാണ്? v1 n2 by v1 okay will be equal to difference n1 minus n2 divided by r2. This is equation 2. Equation 2. Simply add 1 and 2. Add 1 and 2. What you will get? n2 by v1 minus n1 by u. ഞാൻ എഴുതാണ്ട് കുറേ വെട്ടി പോകും. n2 by v1 minus n1 by u plus n1 by v minus n2 by v1 equal to the other side, second side, n2 minus n1 by r1 plus n1 minus n2 by r2. ഇതിനൊരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു മോഡലിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, n2 by v1ഉം n2 by v1ഉം വെട്ടിപ്പോയി. ബാക്കി എന്തുണ്ട്? ഇവിടെ മൈനസ് ഉള്ള കാരണം ഞാൻ ആദ്യം ഇത് എഴുതുന്നു കേട്ടോ. തുടക്കം മൈനസ് എഴുതാൻ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഇത് എഴുതുന്നു. n1 by v മൈനസ് n1 by u ഈക്വൽസ് n2 മൈനസ് n1 by r1. നമുക്കിതിൽ നിന്ന് കോമൺ ടേം n1 കിട്ടുന്നുണ്ട്. ഇവിടുന്ന് ഒരു കോമൺ ടേം കിട്ടാനായിട്ട് ഒന്ന് n2 മൈനസ് n1 ആണ്, മറ്റേ n1 മൈനസ് n2 ആണ്. ഒന്ന് തിരിച്ചെഴുതി കഴിഞ്ഞാൽ ആ നെഗറ്റീവ് സിമ്പിൾ എന്ത് ചെയ്താൽ ഈ പ്ലസ് മൈനസ് ആക്കിക്കൂടെ? ഇത് മൈനസ് അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൂടെ? സോ മൈനസ് n2 മൈനസ് n1 ബൈ r2. ശ്രദ്ധിച്ച് എന്താ ചെയ്തതെന്ന്? ഇതേപോലെ ഇവിടെയും കൊണ്ടുവരാൻ വേണ്ടി ജസ്റ്റ് ഇൻവേർട്ട് ചെയ്യുന്നു. ഇൻവേർട്ട് ചെയ്യല്ല, ജസ്റ്റ് റീപ്ലേസ് ചെയ്യുന്നു, ഡിസ്പ്ലേസ് ചെയ്യുന്നു. n1 n2 അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്പ്ലേസ് ചെയ്തപ്പോൾ മൈനസ് ഇട്ടു. n1 മൈനസ് n2 ഈക്വൽസ് നെഗറ്റീവ് ഓഫ് n2 മൈനസ് n1. ഇതിന്ന് കോമൺ ടേം പുറത്തെടുക്കാം. n1 ഇൻറ്റു 1 ബൈ വി മൈനസ് 1 ബൈ യു ഈക്വൽസ് n2 മൈനസ് n1 ഇൻറ്റു 1 ബൈ r1 മൈനസ് 1 ബൈ r2 or 1 by v minus 1 by u equals n2 minus n1 by n1 into 1 by r1 minus 1 by r2. ഫൈനൽ ഫോമിലായി. നമ്മൾ ചെറിയൊരു കണ്ടീഷനിൽ അപ്ലൈ ചെയ്യണം. എന്താണെന്നോ? വിയും യു ഒന്നും നമുക്കറിയില്ല ശരിക്കും. ഒരു ലെൻസ് കിട്ടിയാൽ എൻ്റെ വിയും യുവും നോർമലി അറിയില്ല. അറിയണം നമുക്ക്, ബട്ട് ബെറ്റർ ടു സേ ഫോക്കൽ ലെങ്ത്. Because focal length is a standard value constant. V and U you can change as you like. അല്ലേ? ഒരു ലെൻസ് കിട്ടി, നമുക്ക് ഇവിടെ ഓബ്ജക്റ്റ് വയ്ക്കാം, ഇവിടെ ഓബ്ജക്റ്റ് വയ്ക്കാം, ഇവിടെ ഓബ്ജക്റ്റ് വയ്ക്കാം, ഇഷ്ടമുള്ള വികൾ ഉപയോഗിക്കാം. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സാധനം ഫോക്കൽ ലെങ്ത് ആണ്. സോ വി ഹാവ് ടു ബ്രിങ് ദി ഫോക്കൽ ലെങ്ത് ഇൻസൈഡ്. അതിനെങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ഫോക്കൽ ലെങ്ത്തിനെ കൊണ്ടുവരാനായിട്ട് എന്താ സംഭവിക്കണമെന്ന് നോക്കി നോക്കൂ. ഒരു ലെൻസിൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ചൊരു ആശയമാണ് പറയുന്നത്. ഒരു ലെൻസിൽ ഓബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജ് ഫോം ചെയ്യുക എവിടെയായിരിക്കും? ഓബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് ഫോക്കസിലായിരിക്കും. അപ്പോൾ അതിങ്ങനെ എഴുതാലോ. ഓബ്ജക്റ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ വി ഈസ് സെയിം ആസ് ദി ഫോക്കസ്. ഇൻഫിനിറ്റി ഇരിക്കുന്ന ഓബ്ജക്റ്റിനെ ഫോക്കസിൽ കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് ഇൻഫിനിറ്റി, ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് എഫ്. അത് ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി വെക്കൂ. വാട്ട് വിൽ ഗെറ്റ്? അതായത് മോൾ വശമൊക്കെ മാറ്റി കളയാണ് കേട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ കിട്ടുന്നതെന്ന് പറഞ്ഞോ? ആൻസറായി നമുക്ക് ഈ ഒരു ഇക്വേഷൻ അത്യാവശ്യമുണ്ട് കേട്ടോ. 3. വി വാണ്ട് ഇക്വേഷൻ ലേറ്റർ, സോ ഐ എം മാർക്കിംഗ് ഇറ്റ് as number 3. 1 and 2 ഒന്നും ഇനി ആവശ്യമില്ല. So next we will get 1 by v, v के f नोड़तो minus 1 by infinity equals n2 minus n1 by n1
into 1 by R1 minus 1 by R2. ഇത് വേണമെങ്കിൽ ഒന്ന് ഭംഗി പിടിപ്പിച്ച് എഴുതിയാൽ 1 by F equals 1 by infinity 0 എഴുതണ്ട. ഇത് വേണമെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. N2 by N1 minus 1 into 1 by R1 minus 1 by R2. And this is called the Lensmaker's formula. Lensmaker's formula. ചില ടീച്ചേഴ്സ് എളുപ്പത്തിന് വേണ്ടി ഇവിടെ N1 എഴുതില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് എയറിലല്ലേ, എയർ ഗ്ലാസ് അല്ലേ, എപ്പോഴും എയറും ഗ്ലാസ്സും ആണ്. ലെൻസ് ആരും മണ്ണിനോട് ഉണ്ടാക്കാറില്ല. ലെൻസ് ഇസ് വിത്ത് ഗ്ലാസ്, അത് ഉപയോഗിക്കുന്ന എയറിലാണ്. അങ്ങനെ വരുമ്പോൾ ഇതൊന്നും മാറ്റി ഇവിടെ N2 പകരം റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ബൈ എയറിൻ്റെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് 1 ആണ്. അങ്ങനെ വരുമ്പോൾ ഈ ഫോർമുല ഇങ്ങനെയായി മാറും. അങ്ങനെ പഠിക്കല്ലേ കേട്ടോ. അത് 1 by F equals N of glass minus 1 into 1 by R1 minus 1 by R2 എന്നാകും. ഇതിൻ്റെ കുഴപ്പം ഇറ്റ് വിൽ വർക്ക് ഓൺലി ഫോർ ഗ്ലാസ്. അപ്പോൾ പരീക്ഷ ഇങ്ങനെ ചോദിക്കുന്നു, ഗ്ലാസിൻ്റെ ഫോക്കൽ ലെങ്ത് 10 അത് മണ്ണെണ്ണയിലിട്ടാൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ്? അപ്പോൾ മണ്ണെണ്ണയിലിട്ട് കഴിഞ്ഞാൽ മെറ്റീരിയൽ ഈസ് വിത്ത് ഗ്ലാസ്, സറൗണ്ടിങ് ഈസ് വിത്ത് കെറോസിൻ. സോ ദിസ് ഫോർമുല വിൽ നോട്ട് വർക്ക്. അതുകൊണ്ട് ദിസ് ഈസ് ദി ഒറിജിനൽ ഫോർമുല. 1 by F equals focal length of the refractive index of the lens divided by the refractive index of the surroundings. എയർ ആണെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചോ. -1 into 1 by R1 minus R2. സൈൻ കൺവെൻഷൻ സൂക്ഷിച്ച് ചെയ്യണം. R1 എപ്പോഴും പ്ലസ് ആയിരിക്കും, R2 എപ്പോഴും മൈനസ് ആയിരിക്കും വാല്യൂസ് കൊടുക്കുമ്പോൾ. റേഡിയസ് 6 എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. പക്ഷേ റേഡിയസ് ഓഫ് കർവ് ഇസ് 50 എന്ന് എഴുതുമ്പോൾ -50 എന്ന് എഴുതണം. അപ്പോൾ ഫോർമുല പഠിച്ചോ. And this we can call as the equation number 5. 3 കഴിഞ്ഞ equation number 4. And this is called the Lensmaker's formula. കഴിഞ്ഞോ? ഇതെന്തിനാ എഴുതിയ കഴിഞ്ഞു വെച്ചാൽ നെക്സ്റ്റ് ഡെറിവേഷനിൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അടുത്തത് ലോ ഓഫ് ഡിസ്റ്റൻസ്. ലോ ഓഫ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെൻസ് ഫോർമുല. We did it for mirror formula അല്ലെങ്കിൽ ലോ ഓഫ് ഡിസ്റ്റൻസ്. ലോ ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഫോക്കൽ ലെങ്ത്തും ഓബ്ജക്ട് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുല അല്ലേ. അത് അവിടെ ചെയ്ത പോലെ ഇവിടെ തന്നെ ചെയ്യാം, നീട്ടി വെച്ചൊന്നും ചെയ്യണ്ട. കമ്പയർ ദി ഇക്വേഷൻ 3 and 4. കമ്പയറിങ് 3 and 4 ഇവിടെ നോക്കിയേ. 1 by V minus 1 by U ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽസ് 1 by F. Since right hand sides are same, left hand side must be same, the axiom. So 1 by V minus 1 by U equals 1 by F. And this is known as the law of distance. Law of distance. ഇപ്പോൾ law of distance പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലെൻസ്മേക്കേഴ്സ് ഫോർമുലയുടെ ഈ 2 സ്റ്റേജുകൾ ഒന്നിൽ ബൈ ഹാർട്ട് എഴുതുക, അല്ലെങ്കിൽ ഇത് ആദ്യം പ്രൂവ് ചെയ്യുക. 2 വരിയല്ലേ ഉള്ളൂ. ഇത് പ്രൂവ് ചെയ്യുക, ഈ 2 ലൈൻ പ്രൂവ് ചെയ്യുക. ഇവിടുന്ന് പ്രൂവ് ചെയ്താലും മതി. 1 by V minus 1 by U is this thing. If U is infinity, V equals F. അപ്പോൾ ഇങ്ങനെ ഫോർമുല കിട്ടും. കമ്പയറിങ് ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വിൽ ഗെറ്റ് ദിസ് ഫോർമുല. അപ്പോൾ പ്രധാനപ്പെട്ട 3 ഡെറിവേഷനുകൾ നമ്മൾ ചെയ്തു. ഇതാണ് ഇതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. നൗ ലെറ്റ് us pass to the next concept. ഇനി നമുക്ക് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണുള്ളത്. അത് നെക്സ്റ്റ് ഈസ് ദി ഏതാണ് അടുത്ത ക്വസ്റ്റ്യൻ? ഫോക്കൽ ലെങ്ത് ഓഫ് ദി കോമ്പിനേഷൻ ഓഫ് ലെൻസ്. അതുകൂടി നമുക്ക് ചെയ്യാം. ലെൻസിൽ പ്രധാനപ്പെട്ട അടുത്തൊരു കൺസെപ്റ്റ് ഫോക്കൽ ലെങ്ത് ഓഫ് ദി കോമ്പിനേഷൻ. 2 ലെൻസുകൾ ഒരുമിച്ച് വെച്ചാൽ എത്രയായിരിക്കും ഫോക്കൽ ലെങ്ത്? ഹൗ വിൽ ഫൈൻഡ് ദി ഫോക്കൽ ലെങ്ത്? അതിൽ 2 ചോദ്യങ്ങളുണ്ട്. ഒരെണ്ണം മാത്രമാണ് NCERT ആവശ്യപ്പെടുന്നുള്ളൂ. രണ്ടാമത്തേത് പക്ഷേ ചെറിയ കറക്ഷൻ ഉള്ളത് പഠിച്ചാൽ നല്ലതാണ്. എൻട്രൻസിൽ അതുണ്ട്. സോ ദോസ് ഹു ആർ റൈറ്റിംഗ് എൻട്രൻസ് വേ ടു സ്റ്റഡി ദി സെക്കൻഡ് ഫോർമുല ഓൾസോ, അതർവൈസ് ദി ഫസ്റ്റ് ഫോർമുല ഓൺലി. ഇവിടെ എന്താ ചെയ്യുന്നത് നോക്കിയേ. ദി കോമ്പിനേഷൻ ഓഫ് ദി ലെൻസ്. ഒരു ലെൻസ്, രണ്ടാമതൊരു ലെൻസ്. വാട്ട് വിൽ ബി ദി ടോട്ടൽ ഫോക്കസ്? എളുപ്പമുള്ള സംഭവമാണ്. ഒന്നാമത്തെ ലെൻസ് നേരത്തെ പറഞ്ഞ തന്നെ, ഒന്നാമത്തെ ലെൻസ് ഇവിടെ ഒരു ഇമേജ് ഉണ്ടാക്കും, I dash or call as I1. അപ്പോൾ ഇത് U ഇങ്ങനെ വരയ്ക്കുന്നില്ല, ഇങ്ങനെ ചെരിച്ച് വെച്ചാലും മതി. U, this will be the
അതൊരു ടെമ്പററി ഇമേജ് ആയതുകൊണ്ട് ഐ വിൽ കോൾ ഇറ്റ് ആസ് നേരത്തെ ചെയ്തപ്പോൾ തന്നെ V1. സെക്കൻഡ് ലെൻസ് അതിന് ഇങ്ങോട്ട് ഡൈവേർജ് ചെയ്ത് ഇവിടെ അടുത്തൊരു ഇമേജ് ഉണ്ടാക്കും. ദാറ്റ് ഈസ് ദി ആക്ച്വൽ ഇമേജ് I, ആൻഡ് ദിസ് വി ക്യാൻ കോൾ as V. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ലെൻസിൻ്റെ ഇമേജ് I1. that will act as the image for object for second lens. അപ്പോൾ ചിലർ ഇങ്ങനെ എഴുതാറുണ്ട്, ഒന്നാമത്തെ ലെൻസിൻ്റെ U, അയാൾ രണ്ടാമത്തെ ലെൻസിൻ്റെ V. ഒന്നാമത്തെ ലെൻസിൻ്റെ ഫൈനൽ ഇമേജ് ഉണ്ടാക്കി. ഈ ഇമേജ് രണ്ടാമത്തെ ലെൻസിന് എന്തായി മാറി? U ആയിട്ട് മാറി. അത് തന്നെയാണ് രണ്ടാമത്തെ ലെൻസിൻ്റെ ഒന്നാമത്തെ ലെൻസിൻ്റെ ഓബ്ജക്റ്റ് ഇവിടെ, അതിൻ്റെ ഇമേജ് ഇവിടെ. അപ്പോൾ ഞാൻ അതിൻ്റെ U1. that will be the V dash എഴുതാൻ നല്ലത്, V dash. ഇത് തന്നെ രണ്ടാമത്തെ ആൾക്ക് ഓബ്ജക്റ്റായി മാറി, അതുകൊണ്ട് അത് രണ്ടാമത്തെ ആളുടെ U2 ആണ്. ഇത് രണ്ടാമത്തെ ആളുടെ V2 ആണ്. ഒന്നാമത്തെ ലെൻസിൻ്റെ ഇക്വേഷൻ എഴുതുക, രണ്ടാമത്തെ ലെൻസിൻ്റെ ഇക്വേഷൻ എഴുതുക. ഒന്നാമത്തെ ലെൻസിനെ സംബന്ധിച്ച് ഫോക്കൽ ലെങ്ത് F1 ആണെങ്കിൽ ഇത് F2 ആണെങ്കിൽ ഫോർ ദി ഫസ്റ്റ് ലെൻസ് 1/F1 ഈക്വൽസ്, നമ്മുടെ ജനറൽ ഫോർമുല എന്താണ്? 1/F ഈക്വൽസ് 1/V മൈനസ് 1/U. 1/F1 ഈക്വൽസ് 1/V1. ഏതാണ്? V ഡാഷ്. ഒന്നാമത്തെ ലെൻസിൻ്റെ ഇമേജ് ഉണ്ടായത് V ഡാഷ് മൈനസ് ഒന്നാമത്തെ ലെൻസിൻ്റെ ഓബ്ജക്റ്റ് U. രണ്ടാമത്തെ ലെൻസിന് എന്തുണ്ടായി? അയാളുടെ ഓബ്ജക്റ്റ് ഏതാണ്? അയാളുടെ ഓബ്ജക്റ്റ് ഫൈനൽ ഓബ്ജക്റ്റ് ഇവിടെ ഉണ്ടായി, വിയിൽ 1/V മൈനസ് അയാളുടെ ഇമേജ് ഏതാണ്? ഒന്നാമത്തെ ആളുടെ ഓബ്ജക്റ്റ്, അയാളുടെ ഓബ്ജക്റ്റ് ആരാണ്? ഒന്നാമത്തെ ആളുടെ ഇമേജ് V ഡാഷ്. കൺഫ്യൂഷനില്ലല്ലോ, മനസ്സിലായല്ലേ? ഒന്നാമത്തെ ആൾ ഇമേജിനെടുത്ത് ടെമ്പററി ഓബ്ജക്റ്റ് ഉണ്ടാക്കി, ഓബ്ജക്റ്റിനെടുത്ത് ടെമ്പററി ഇമേജ് ഉണ്ടാക്കി. രണ്ടാമത്തെ ആൾ ആ ടെമ്പററി ഇമേജിനെടുത്തിട്ട് പെർമനൻ്റ് ആയിട്ടുള്ള ആ ടെമ്പററി ഇമേജിനെടുത്ത് അയാൾക്ക് ഓബ്ജക്റ്റായി പ്രവർത്തിക്കുന്നു, ഫൈനൽ ഇമേജ് ഉണ്ടാക്കി. അപ്പോൾ ഒന്നാമത്തെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ അയാളുടെ ഫൈനൽ ഇമേജ്, അത് ടെമ്പററി ഇമേജ് ആയതുകൊണ്ട് V ഡാഷ് മൈനസ് അയാളുടെ ഓബ്ജക്റ്റ്. രണ്ടാമത്തെ ലെൻസിനെ സംബന്ധിച്ച് ഫൈനൽ ഇമേജായ V മൈനസ് അയാളുടെ ഓബ്ജക്റ്റ്, അത് മറ്റേ ആളുടെ ടെമ്പററി ഇമേജ് ആയിരുന്നു, അതുകൊണ്ട് V ഡാഷ് എഴുതി. രണ്ടും കൂടി ആഡ് ചെയ്യാം. 1/F1 പ്ലസ് 1/F2 ഈക്വൽസ്, മറുവശം നോക്കിയേക്ക്, 1/V ഡാഷ് മൈനസ് 1/U പ്ലസ് 1/V മൈനസ് 1/V ഡാഷ്. ഇത് രണ്ടും കട്ട് ചെയ്ത് പോകുന്നു. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1/F1 plus 1/F2 equals 1/V minus 1/U. If both lenses are replaced by a single lens, if both lenses are replaced by a single lens, so that this is U and here forms the V and its focal length is F, iyalde equation എന്തായിരിക്കും? 1/F equals 1/U 1/V minus 1/U. For the single lens, the രണ്ടും കൂടി single lens ആയ 1/F equals 1/V minus 1/U. Comparing 1/F equals 1/F1 plus 1/F2. Lens may be diverging or converging, convex or concave. It may be of anything. For all cases, the formula will be same. For all cases, the formula will be same. Okay? Concept മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഇത്രയാണ് NCERT ടെക്സ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ബോർഡ് എക്സാമിനേഷനിൽ ചോദിക്കാൻ പാടുള്ളൂ. രണ്ട് ലെൻസുകൾ കൂട്ടിമുട്ടിച്ച് വെച്ചാൽ, അതാണ് നമ്മളോട് ചെയ്തത് കേട്ടോ. 2 lenses are in contact. Effective focal length. ഒരു 10 സെൻറ്റിമീറ്ററിൻ്റെ ലെൻസും 10 സെൻറ്റിമീറ്റർ ലെൻസും -20ൻ്റെ ലെൻസും കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ കോൺകേവ് മൈനസ്, വാട്ട് വിൽ ബി ദി ടോട്ടൽ ഫോക്കൽ ലെങ്ത് ഓഫ് ദാറ്റ് യൂണിറ്റ്? ഇപ്പോൾ നമ്മൾ എഴുതും 1/F equals 1/10 plus 1/-20. ഇറ്റ്സ് എ സിമ്പിൾ കാൽക്കുലേഷൻ. എൻട്രൻസിലെ ഒരു സ്റ്റേജ് കൂടി കടന്നു വരും, അതിവിടെ ചെന്ന് പഠിക്കുന്നു. എൻട്രൻസ് ആയി നീക്കിക്കളയൊന്നും വേണ്ട.
കാരണം ഇതിൻ്റെ ഒപ്പം ചെയ്താൽ വളരെ എളുപ്പമാണ്. ഇഫ് ടു ലെൻസസ് ആർ not in contact or separated by a distance d, if two lenses are separated by a distance d, 1 by f equals 1 by f1 plus 1 by f2 ആണ് ഇവിടെ ചെയ്തത്. d ഇല്ലായിരുന്നു. മൈനസ് d by f1 f2 if they are not in contact. അപ്പോൾ ഞാനെപ്പോഴും പറയും ഈ ഫോർമുല പഠിക്കാം. ഒരു ഫോർമുല എന്തായാലും പഠിക്കണമല്ലോ. യു സ്റ്റഡി ദിസ് ഫോർമുല which is useful both entrance everywhere. Suppose they are in contact, d equals 0. അപ്പോൾ പഴയ ഫോർമുല കിട്ടും. കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ ഡിയുടെ വില എഴുതാം. സെപ്പറേറ്റഡ് ആണെങ്കിൽ യു ഹാവ് ദി ഡി, സോ യു ക്യാൻ യൂസ് ദിസ് ഫോർമുല. ഇഫ് ഇറ്റ് ഇസ് നോട്ട് സെപ്പറേറ്റഡ്, ഡി ഈക്വൽസ് 0, സോ ദിസ് ടേം വാനിഷസ്, യു ഗെറ്റ് ദി പ്രീവിയസ് ഫോർമുല. അപ്പോൾ എപ്പോഴും എന്താ പറയേണ്ടത്? ഫോർ ടു ലെൻസസ് ദി ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഈസ് ഗിവൺ ബൈ, മൂന്നെണ്ണത്തിന് ഫോർമുല ഇല്ല കേട്ടോ, രണ്ടിൻ്റെ യൂണിറ്റുകളായിട്ട് ചെയ്യണം. അങ്ങനെ വന്നാൽ അത് ബോർഡ് എക്സാമിനേഷൻ ഇല്ല, എൻട്രൻസിൽ വന്നേക്കും. 4 ലെൻസ് കൂടി എത്ര ഉണ്ടായി? 2 ഒരു യൂണിറ്റ് ഉണ്ടാക്കി, മറ്റേ 2 യൂണിറ്റ് ഉണ്ടാക്കി, ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് കിട്ടി, പിന്നെ 2 പേരും കൂടി ചേർത്ത് ചെയ്തു. അങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? whenever two lenses are separated by a distance, the effective focal length is given by 1 by f equals 1 by f1 plus 1 by f2 minus d by f1 f2. പഠിച്ചല്ലേ? ഇത്രയും കാര്യങ്ങളാണ് ലെൻസിൽ നമുക്ക് പഠിക്കാനുള്ളത്. പ്രോബ്ലംസ് ചോദിക്കും യൂസിങ് 1 by v, 1 by f equals 1 by v minus 1 by u. പിന്നെ റിഫ്രാക്ഷൻ, റേഡിയസ് ഓഫ് കർവേച്ചർ എന്നാൽ ഫോക്കൽ ലെങ്ത് കാണുക. ഈ 2 ക്വസ്റ്റ്യനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. ഓക്കെ, so I am stopping at this stage. Next we have one more topic, that is of the prism, that I will take in the next class. Okay, so thank you everybody.